അതിന്റെ ഭാഗമായിട്ടാണ് ഈ 13-ാം വചനത്തിൽ കൂടി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 13-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. So do not go on offering members of your body to sin as instruments of wickedness, but offer yourselves to God as those alive from dead, and your members as instruments of righteousness to God എന്നാണ് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് രക്ഷയുടെ ഒരു പ്രോസസ്സിൽ സെക്കൻഡ് സ്റ്റേജിന്റെ രക്ഷ നമ്മൾ പാപത്തിനു വേണ്ടി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. So do not go on offering members of your body to sin as instruments of wickedness എന്നാണ് പറയുന്നത്. നീതിയുടെ ആയുധങ്ങൾ, അനീതിയുടെ ആയുധങ്ങൾ. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആയുധങ്ങൾ എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇൻസ്ട്രുമെന്റ് എന്നാണ്. Do not let any part of your body become an instrument of evil to serve sin എന്നാണ് പറയുന്നത്. വേറെ ഈ അറാമിക് ഭാഷ ഉണ്ടല്ലോ, അതിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കിയാൽ അതിങ്ങനെയാണ് പറയുന്നത്, neither shall you present your members as weapons of evil for sin എന്നാണ് പറയുന്നത്. ഈ അറാമിക് ലാംഗ്വേജിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വെപ്പൺ എന്നാണ്. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. മലയാളം ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആയുധങ്ങൾ എന്നാണ്. അപ്പൊ ദൈവം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങൾ നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. സാധാരണമായിട്ട് ജനറൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ there are around 200 major parts in our body. അപ്പൊ 200 കൂടുതലായിട്ടുള്ള പാർട്ടുകൾ, അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ, മേജർ ആയിട്ടുള്ള അവയവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ every part of our body is an instrument. അല്ലെങ്കിൽ every part of our body is a weapon. നമ്മുടെ ഓരോ ശരീരത്തിന്റെ അവയവവും ഒരു ഉപകരണവും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവവും ഒരു ആയുധമാണ്. ഈ ഉപകരണത്തെ ഇല്ലെങ്കിൽ ഈ ആയുധം നമ്മൾ എങ്ങനെയാണ് ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് പ്രധാനം. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. പാപത്തിനു വേണ്ടി മരിച്ചവരും ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ അടക്കപ്പെട്ടവരും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവർ എങ്ങനെ ഇനി ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഒരു ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും ഡോക്ടറിനെ കുറിച്ച് അറിയാമല്ലോ. ഒരു ഡോക്ടറിന്റെ കയ്യിൽ ഒരു കത്തി, ഒരു നൈഫ് ഇല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അത് ഒരു രോഗിയുടെ ജീവനെ രക്ഷിക്കും. ആ ഒരു കത്തി ഒരു രോഗിയെ സൗഖ്യമാക്കും. അതുപോലെ തന്നെ ഈ ഒരു കത്തി ഒരു പാപിയുടെ ഇല്ലെങ്കിൽ ഒരു ദുഷ്ടന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ കത്തി എന്തോ ചെയ്യും? ആ കത്തി ഒരു വ്യക്തിയെ ഉപദ്രവിക്കും,
ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ഒരു വ്യക്തിയുടെ ജീവനെ നശിപ്പിക്കാൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അനേകരെ ദുഃഖത്തിലാക്കാൻ വേണ്ടിയും ആ കത്തിയെ, ആ ഇൻസ്ട്രുമെന്റ്സിനെ, ആ വെപ്പനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ രക്ഷിക്കാനും സൗഖ്യമാക്കാനും നമുക്ക് ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ദുഃഖത്തിലാക്കാനും നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിൽ ആയുധങ്ങളെ ഉപയോഗിക്കാം. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ പാർട്സ് ഓഫ് യുവർ ബോഡീസ് ആർ വെരി പവർഫുൾ ആണ്. കാരണം ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഓരോ അവയവും ഒരു ഉപകരണവും ഒരു ആയുധമാണ്. സോ അത് ഒരു വ്യക്തിയെ സൗഖ്യമാക്കാനും ഒരു വ്യക്തിയെ രക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആ സെയിം ഇൻസ്ട്രുമെന്റ് കൊണ്ട്, ആ വെപ്പൺ കൊണ്ട് ഒരാളെ ദുഃഖിപ്പിക്കാനും ഒരാളെ നശിപ്പിക്കാനും അസൗഖ്യമാക്കാനും ദുർബലമാക്കാനും നമുക്ക് ഉപയോഗിക്കാം. സോ ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വായ്, നമ്മുടെ നാക്ക്, നമ്മുടെ അതരം, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ഇമാജിനേഷൻ. സോ ഇതെല്ലാം അവയവങ്ങളാണ്. ഇതെല്ലാം പാർട്സ് ഓഫ് ദി ബോഡിയാണ്. ഇതെല്ലാം വളരെ പവർഫുൾ ആണ്. സോ ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സോ ഇതുവരെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പാപത്തിന്റെ ആയുധങ്ങളായാണോ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് വന്ന് പരിശോധിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകളും അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത് അനീതിയുടെ ആയുധങ്ങളായ പാപത്തിനാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി പാപത്തിന് മരിച്ചവരായ നമ്മൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 13-ാം വചനത്തിന്റെ ബി പാർട്ട് നമ്മൾ നോക്കിയാൽ, ബി ഭാഗം, ആ വചനത്തിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കിയാൽ, അവിടെ വളരെ ക്ലിയർ ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. But offer yourselves to God as those alive from the dead, and your members as instruments of righteousness to God. നമ്മൾ എല്ലാവരും we are dead to sin. നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. So that we have seen in our previous verses. നമ്മൾ നേരത്തെ ഉള്ള വചനങ്ങളിൽ കൂടി നമ്മൾ അത് മനസ്സിലാക്കിയതാണ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ നമ്മൾ പുതിയ സൃഷ്ടികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പഴയതെല്ലാം പോയി, പഴയ ജീവിതം പോയി, പഴയ യജമാനൻ പോയി, പഴയ സ്വഭാവം പോയി, പഴയ വിശ്വാസം പോയി. ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും പുതിയ സൃഷ്ടികളാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. Present the parts of your bodies, the members of your bodies, as the weapons or instruments of righteousness, instrument of holiness to God എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പുതിയ സൃഷ്ടികളായതുകൊണ്ട്, യേശു ക്രിസ്തുവിനോട് കൂടെ പാപത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട്, നമ്മൾ അടക്കപ്പെട്ടത് കൊണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ആ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി
നമ്മൾ പുതിയ സൃഷ്ടികളായതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് റൈച്ചസ്നെസ്, ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഓർ വെപ്പൺസ് ഓഫ് ഹോളിനെസ് ടു ഗാഡ് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് സാൽവേഷനിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ പ്രോസസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങളെ തന്നെ. സോ നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. സോ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന്റെ നീതിയുടെ ആയുധങ്ങളായും വിശുദ്ധിയുടെ ഉപകരണങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എങ്ങനെ ഇതുവരെ അനീതിയുടെ ആയുധങ്ങളായി നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരുന്നോ, ഇതുവരെ പാപം എന്നുള്ള യജമാനനെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നമ്മൾ സമർപ്പിച്ചിരുന്നോ, അതുപോലെ തന്നെ ഇപ്പോൾ നീതിയുടെ ആയുധങ്ങളായി നിങ്ങൾ സമർപ്പിക്കണം. ദൈവം എന്നുള്ള പുതിയ യജമാനനെ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സമർപ്പിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പാപം എന്ന യജമാനന്റെ കയ്യിൽ നമ്മൾ സമർപ്പിച്ച വ്യക്തികളായിരുന്നു. ആ പാപം എന്നുള്ള യജമാനനാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ അവൻക്ക് തോന്നുന്ന പോലെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ പാപത്തെയാണ് നമ്മൾ സേവിച്ചുകൊണ്ടിരുന്നത്. സോ പാപം എന്നുള്ള യജമാന്റെ കയ്യിലാണ് സമ്പൂർണമായിട്ട് നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സോ കാരണം നമ്മൾ ഈ യജമാനന് മരിച്ചവർ. സോ അതുകൊണ്ട് യു ഡോണ്ട് വാണ്ട് ടു ലിസൺ എനിമോർ ടു ദി ഓൾഡ് മാസ്റ്റർ സിൻ. ഹി കോൾസ് യു ബട്ട് ഡോണ്ട് റെസ്പോണ്ട് ടു ഹിം. അപ്പൊ നമ്മൾ ഈ പഴയ യജമാനന് വേണ്ടി മരിച്ചത് കൊണ്ട് ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഈ യജമാനന്റെ അടിമകളായിട്ട് ഈ യജമാനൻ വിളിക്കുമ്പോൾ അവനെ അനുസരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. So you are dead with Christ. A dead man cannot respond to the commands of his old master. സോ ക്രിസ്തുവിൽ മരിച്ചതുകൊണ്ട് മരിച്ച വ്യക്തി പഴയ യജമാനൻ വിളിക്കുമ്പോൾ, പഴയ യജമാനൻ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാനും അനുസരിക്കാനും പാടില്ല, അതിന്റെ ആവശ്യവും ഇല്ല. സോ വെൻ യു ആർ ഡിസ്കണക്റ്റഡ് ടു ദി ഓൾഡ് മാസ്റ്റർ, then you must immediately connect to the new master, the Lord Jesus Christ. See, നമ്മൾ എല്ലാവരും പാപം എന്നുള്ള യജമാനന് മരിച്ചവരാണ്. So we are dead to the master called sin. So എന്നാൽ നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? So immediately we should connect to the another master called Jesus Christ. See, you are dead to sin, disconnected to the whole master, but you are not connected to the new master. You are like a man who doesn't have a master. അതാണ് പലരുടെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം അവർ സത്യത്തിൽ വിശ്വസിച്ചു, സുവിശേഷത്തിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ തങ്ങളെ തന്നെ പുതിയ യജമാനനായിരിക്കുന്ന ക്രിസ്തുവിനെ സമർപ്പിക്കാതെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. So then your situation will be really critical or crucial. സോ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ ക്രൂഷ്യൽ ആയിട്ട് മാറുന്നത്. കാരണം നമുക്ക് ഒരു മരണമുണ്ടായി, പഴയ യജമാനിൽ നിന്ന് നമുക്ക് വിടുതല മോചനം ലഭിച്ചു. ബട്ട് വി ആർ നോട്ട് സ്ലേവ്സ് ടു ദി ന്യൂ മാസ്റ്റർ. സോ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് യേശു ക്രിസ്തു ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അതായത്
മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം, ആക്ച്വലി ഈ മനുഷ്യൻ ഇതുവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ അശുദ്ധാത്മാവായിരുന്നു. ഈ അശുദ്ധാത്മാവിൽ നിന്ന് അവൻക്കൊരു വിമോചനം, രക്ഷ, വിടുതൽ ലഭിച്ചു. ഈ അശുദ്ധാത്മാവ് അവനെ വിട്ട് പുറത്തു പോയതിനു ശേഷം, പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചിരുന്നു. കണ്ടെത്തുന്നില്ലാതാനും ഞാൻ പുറപ്പെട്ടു പോന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് വഴിഞ്ഞതും, നമ്മൾ ശ്രദ്ധിക്കണം, ആ വീട് ഇപ്പോൾ എന്താണ്? ഈ അശുദ്ധാത്മാവ് ആ മനുഷ്യനെ വിട്ടു പോയത് കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം, ഇല്ലെങ്കിൽ ആ വീട് എങ്ങനെയാണ് ഉള്ളത്? അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. അത് ഒഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആറില്ല. എന്നാൽ വീട് വളരെ ക്ലീൻ ആണ്, അടിച്ചു വാരി എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്നാൽ അതിൽ ആരും വസിക്കുന്നില്ല. അവസ്ഥയെ കണ്ടിട്ട് പിന്നെ ഈ അശുദ്ധാത്മാവ് പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കണക്ടിവിറ്റി പഴയ യജമാനനായിരിക്കുന്ന പാപത്തിൽ നിന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് we should be connected to the new master. Your house should be always occupied by the master or by the Holy Spirit. ആ കൺട്രോളിലേക്ക് നമ്മൾ വരണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരണം. You should offer yourself to God. You should offer the members of the body to God, parts of the body to God. അപ്പൊ അത് നടക്കുന്നില്ലെങ്കിൽ ഈ ശരീരത്തെ നമ്മൾ തന്നെ നിയന്ത്രിച്ചുകൊണ്ട്, ഈ ശരീരത്തിന്റെ അവയവങ്ങളെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ഇരുന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട്, ഇൻഡയറക്ട്ലി, വിതൗട്ട് അവർ നോളജ്, again we will come under the old master. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, that if you are dead to the old master, then immediately connect to the new master. നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ ദേഹത്തിന്റെ അവയവങ്ങളെ പുതിയ യജമാനന്റെ കയ്യിൽ സമർപ്പിക്കണം. നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. ഇതുവരെ പാപത്തിന്റെ ആയുധങ്ങളായി, അനീതിയുടെ ആയുധങ്ങളായി, പിശാചിന്റെ ആയുധങ്ങളായി ആണ് അത് മാറിയിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാണ് പറയുന്നത്. And sin has no authority over you, for you are not under the written law, but under grace എന്നാണ് പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതാണ് ആ ബൈബിൾ പറയുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രോമിസ് ആണ്. എന്നാൽ എത്ര പേര് ഈ ഇതിനെ പ്രോമിസായിട്ട് എടുത്തിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഈ പ്രോമിസിനെ അനുഭവിക്കുവാൻ വേണ്ടി, സ്വന്തമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്കറിയില്ല.
സോ മറ്റേ വേറെ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചാൽ അതിങ്ങനെയാണ് പറയുന്നത്, സിൻ ഈസ് നോ ലോnger യുവർ മാസ്റ്റർ, for you no longer live under the requirements of the law. Instead, you live under the freedom of God's grace എന്നാണ് പറയുന്നത്. So the sin has no authority over you. Sin is no longer your master, and sin will not be your master. Sin will not be your master anymore. കാരണം എന്താണ്? സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ, നടത്താൻ ചാൻസ് ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. നടത്തുകയില്ല എന്ന് പറയുന്നതിലും നടത്തുകയില്ലല്ലോ എന്ന് പറയുന്നതിലും വ്യത്യാസമാണ്. നടത്തുകയില്ല, നടത്തുകയില്ല, നടത്തുകയില്ലല്ലോ. അപ്പൊ നടത്തുകയില്ല എന്ന് പറയുമ്പോൾ സോ നടത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നടത്തുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ എന്നുള്ള രീതിയിലാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ. You are not under the law, you are under the grace. You are not under the Old Testament, but you are under the New Testament or New Covenant. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സോ യു ഷുഡ് ബി അണ്ടർ ദ ഗ്രേസ്. So if you are still living under the control of the law or the Old Testament, you cannot experience the second stage of salvation എന്നാണ് ഈ വചനം പറയുന്നത്. So what is the difference between the law and the grace? അപ്പൊ കൃപ എന്ന് പറയുമ്പോഴും ന്യായപ്രമാണം എന്ന് പറയുമ്പോഴും അതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? See, first of all, the law was brought by Moses. അപ്പൊ മോശയിൽ കൂടിയാണ് ന്യായപ്രമാണം നമുക്ക് ലഭിച്ചത്. The grace was brought by Jesus Christ. എന്നാൽ കൃപ നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. So Moses could not bring deliverance to the people of Israel from the power of sin. ഇപ്പൊ മോശ ഒരിക്കലും ന്യായപ്രമാണത്തിൽ കൂടി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പാപം എന്നുള്ള പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു രക്ഷ നേടാൻ സഹായിച്ചില്ല, അത് സാധിച്ചില്ല. So the law could not able to bring the salvation to the people of Israel from the power of sin. So ന്യായപ്രമാണത്തിൽ കൂടി ഒരിക്കലും ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ അനുഭവിക്കുവാൻ പറ്റത്തില്ല എന്നാണ് സോ ദൈവത്തിന്റെ വചനം ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം ദാവീദ് തന്നെ സാം 103 പറയുന്നത്, who forgives all your sins എന്നാണ്. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു എന്നാണ് പറയുന്നത്. So who forgives all your sins എന്നാണ്. But David could not say who delivers me from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കും, മോചിപ്പിക്കും, രക്ഷിക്കും എന്ന് ദാവീദ് അവിടെ പറയുന്നില്ല. എന്നാൽ ഞാൻ ഇതുവരെ ചെയ്ത സകല അകൃത്യങ്ങളൊക്കെയും അവൻ മോചിച്ചു തരും, ക്ഷമിച്ചു തരും, എന്റെ പാപങ്ങളെ ക്ഷമിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ ഡേവിഡ് അല്ലെങ്കിൽ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്. David could experience the first step of salvation, that is the forgiveness of sins. So പഴയ നിയമത്തിൽ ഉള്ളവരും ദാവീദ് എല്ലാവരും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സാൽവേഷൻ അനുഭവിച്ചവരാണ്. But David could not experience the second step of salvation, that is the salvation from the power of sin. എന്നാൽ പഴയ നിയമത്തിലുള്ള ഡേവിഡ് ആയാലും മറ്റാരായാലും അവർ ആർക്കും
ഈ പാപം എന്നുള്ള ഈ ശക്തിയിൽ നിന്ന് ലഭിക്കുന്ന ആ വിടുതൽ, മോചനം, രക്ഷ ഉണ്ടല്ലോ, അതിൽ നിന്ന് ആ ഒരു രക്ഷ നേടാൻ അവർക്ക് സാധിച്ചില്ല. So for that matter, nobody could experience the salvation from the power of sin in the Old Testament. പഴയ നിയമത്തിൽ ഈ കാരണം കൊണ്ട് ഒരു മനുഷ്യനും നമ്മൾ ഇപ്പോൾ അനുഭവിക്കാൻ സാധ്യമായിട്ടുള്ള രക്ഷയെ അവർ ആർക്കും അനുഭവിക്കാൻ സാധിച്ചില്ല. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമാക്കി തരുന്നത്. ന്യായപ്രമാണം കൊണ്ട് എന്താണ് പ്രയോജനം? സോ ഇൻ റോമൻസ് 3:20 വളരെ ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഓരോ ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ കൂടി ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റത്തില്ല. സോ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ന്യായപ്രമാണം കൊണ്ട് എന്താണ് പ്രയോജനം? ന്യായപ്രമാണം കൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു. For no person will be justified or free of guilt and declared righteous in his sight by the works of the law. For through the law we become conscious of sin. എന്ന് പറയുമ്പോൾ we recognize the sin, and when we recognize the sin, that directs us towards repentance, but that doesn't provide any remedy from that sin എന്നാണ് അതിന്റെ അർത്ഥം. സോ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്, പാപത്തിൽ നിന്നുള്ള രക്ഷ വരുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ കൃപയുടെ കീഴിലാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാൻ കാരണം. Through the law we become conscious of our sin. So for by the written law sin has been made known. The law simply shows us how sinful we are. So ഈ ന്യായപ്രമാണം നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപമുണ്ടോ, ഏതെല്ലാം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു അവയർനെസ് നമുക്കത് കൊണ്ടുവരുന്നുണ്ട്. But the law doesn't save us from the power of sin. എന്നാൽ ഈ ന്യായപ്രമാണം ഒരിക്കലും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. See, so their sin could be forgiven in the Old Testament on the basis of their faith. സോ പഴയ നിയമത്തിൽ ഉള്ളവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പാപങ്ങൾക്ക് ഒരു മോചനം, അവർ ചെയ്ത പാപങ്ങൾക്കുള്ള ക്ഷമ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അവർ നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ബൈ ഫെയ്ത്ത് ദേ ഓഫർഡ് ബുൾസ്, lambs, goat or dove as sin offerings and sprinkled their blood on the altar. പാപപരിഹാരത്തിനു വേണ്ടി അന്ന് പഴയ നിയമത്തിൽ അവർ കാളകളെ, ആട്ടിൻകൂട്ടത്തെ, ആടുകളെ, പ്രാവിൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അത് യാഗമായി അർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രക്തം അവർ ആൾട്ടറിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി അവർ ചെയ്ത സകല പാപങ്ങൾക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ all these bulls and lambs and goats offering indicates the death of Jesus Christ. അപ്പൊ ഈ ആടുകളെ, ഈ മാടുകളെ, ഈ പ്രാവിനെ കൊല്ലുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്തെയാണ്. എന്നാൽ but they could not get the salvation or deliverance from the power of sin. അവർ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചു അല്ലാതെ
പാപത്തിന്റെ ശക്തി അവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ അവർക്ക് നേടാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. സോ നമ്മൾ വി ആർ നോട്ട് അണ്ടർ ദി ലോ, ബട്ട് വി ആർ അണ്ടർ ഗ്രേസ്. ആരെല്ലാം കൃപയുടെ അധീനതയിലുണ്ടോ അവരുടെ ജീവിതത്തിൽ പാപം ഒരിക്കലും കർത്തൃത്വം നടത്തുകയില്ല എന്നാണ്. അപ്പൊ കൃപ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാം വചനത്തിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്നാണ് പറയുന്നത്. For the law was given through Moses, but grace and truth came through Jesus Christ. അതായത് ഇസ്രായേൽ മക്കൾക്ക് മോശയിൽ കൂടി ലഭിച്ചത് ന്യായപ്രമാണമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി പുതിയ നിയമത്തിലുള്ള ഇസ്രായേൽ മക്കൾക്ക്, അതായത് നമുക്ക് ലഭിച്ചത് കൃപയും സത്യവുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി ഈ ലോകത്തിലേക്ക് വന്ന കൃപ അന്നില്ലായിരുന്നു. So because the grace and the truth came through Jesus Christ. So അതുകൊണ്ട് കൃപ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പാപം എന്നുള്ള ശക്തിയിൽ നിന്ന് രക്ഷ നേടാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. എന്നാൽ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് പാപം എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. സോ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ജീസസ് hadn't actually died for our sins, and through his death destroyed the power of sin and death. അപ്പൊ യേശു ക്രിസ്തു അവരുടെ സമയത്ത് ഈ ലോകത്തിൽ വന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. അതുമാത്രമല്ല, തന്റെ മരണത്തിൽ കൂടി പാപത്തിന്റെ മരണത്തിന്റെ ശക്തിയെ അവൻ സമ്പൂർണമായിട്ട് നശിപ്പിച്ചില്ലായിരുന്നു, തകർത്തില്ലായിരുന്നു. സോ യേശു ക്രിസ്തു ഈ പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. യേശു ക്രിസ്തു ജനിച്ചു, 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. എന്നാൽ അന്ന് ക്രൂശിൽ അത്ര വേദനയോടെ തൂങ്ങി കടക്കുമ്പോഴാണ് ക്രൂശിന്റെ മുകളിൽ ഈ സകല ശക്തികളെയും യേശു ക്രിസ്തു ജയിച്ചത്. അതിന്റെ തെളിവാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? സോ കൊലോസ്യർ 2:14-15 പറയുന്നത്, അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗവും വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി എന്നാണ് പറയുന്നത്. He cancelled the record of the charges against us. See, he cancelled the record of charges against us and took it away by nailing it on the cross. In this way, he disarmed the spiritual rulers and authorities. He shamed them publicly by his victory over them on the cross. എന്നാണ് പറയുന്നത്. ഇപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ കൂടിയാണ് ഈ സകല ശക്തികളെയും തകർത്തത്, അതിന്റെ ശക്തിയെ ഇല്ലാതാക്കിയത്, നിരായുധമാക്കിയത്. ഈ പബ്ലിക്ലി ഷെയിംഡ് ദം എന്നാണ് വചനം പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഒരു വിക്ടറി, അങ്ങനെയുള്ള ഒരു ജയം യേശു ക്രിസ്തു നേടിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക്, പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക്, നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ അവർക്ക് അനുഭവിക്കുവാൻ സാധിച്ചില്ലായിരുന്നു.
So there is no power in the visible world or in the invisible world that is not defeated by the Lord Jesus Christ on the cross. ഇപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിലായാലും കാണാൻ പറ്റാത്ത ലോകത്തിലായാലും ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ എല്ലാ ശക്തികളെയും യേശു ക്രിസ്തു ക്രൂശിൽ സമ്പൂർണമായിട്ട് തകർത്തു അതിന്റെ മേൽ ജയം നേടി. അങ്ങനെ ജയം നേടാത്ത ഒരു ശക്തിയും ഈ ലോകത്തിൽ ഈ സൃഷ്ടിയിൽ ഇല്ല. സകല ശക്തികളെയും യേശു ക്രിസ്തു ക്രൂശിൽ തോൽപ്പിച്ചതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Therefore, now we can experience the salvation from the power of sin, not only the forgiveness of our sins. യേശു ക്രിസ്തു ജയം നേടിയത് കൊണ്ട്, യേശു ക്രിസ്തു ഈ സകല ശക്തിയെ തോൽപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഫെസിലിറ്റി ഉണ്ട്, ഒരു ഭാഗ്യമുണ്ട്, ഒരു അവസരമുണ്ട്. എന്താണ്? പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷയെ വിശ്വസിക്കുന്നവർക്ക് നേടാൻ പറ്റും എന്നാണ് വചനം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നത്. So in the New Testament, we have a wonderful promise, and that is the promise mentioned in Romans 6:14. എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ. Under which authority we are living? അപ്പൊ ആർക്കാണ് നമ്മൾ അധീനരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമങ്ങൾക്കാണോ ഓർ കൃപയ്ക്കാണോ? സോ നമ്മൾ ന്യായപ്രമാണത്തിനല്ല നിയമങ്ങൾക്കല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നുണ്ടെങ്കിൽ അത് ക്ലിയറസ്റ്റ് പ്രൂഫ് ആണ്. വി ആർ നോട്ട് അണ്ടർ ദ ഗ്രേസ്, ബട്ട് വി ആർ അണ്ടർ the law, or we are under some kind of rules and regulations. അപ്പൊ ചിലർക്ക്, ചില ക്രിസ്ത്യാനികൾക്ക് ചില നിയമങ്ങൾ അവർക്ക് എന്താണ് ദൈവങ്ങളായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തിയായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. But you have to come under the grace of God, the grace that Jesus Christ brought. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ കൃപയുടെ അധീനതയിലേക്ക് നമ്മൾ വരണം. സോ അതാണ് ഇവിടെ പറയുന്നത്. Sin can't rule over you anymore. Why? Because you are not under the law, you are under the grace. Are you under the law or are you under the grace? So are you under the law of Moses, which is the Old Testament or Old Covenant? Or are you under the law of grace of Jesus Christ in the New Testament or New Covenant? So അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഏതിന്റെ അധീനതയിലാണ് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത്? Are we living the Christian life based on this set of rules and regulations? ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന കൃപയെ ആശ്രയമാക്കി ആ കൃപയുടെ ബലത്തിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണം. See, the law gives you commandments which you cannot keep them because you don't have ability to keep them. ഈ ഗ്രേസിനും ന്യായപ്രമാണത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ന്യായപ്രമാണം നമുക്ക് കൽപ്പനകളെ തരുന്നുണ്ട്, എന്നാൽ ആ കൽപ്പനകളെ പാലിക്കാനും അനുസരിക്കാനും അതിനെ കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഓർ ശക്തി നമുക്ക് തരുന്നില്ല. സോ എന്നാൽ ഗ്രേസ് ഗിവ്സ് യു ഹയർ സ്റ്റാൻഡേർഡ് കമാൻഡ്മെന്റ്സ് ദെൻ ദ law of Moses, but it also gives us power to keep them. എന്നാൽ കൃപയുടെ വിശേഷത വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മോശയുടെ ന്യായപ്രമാണത്തെ കാട്ടിലും ഹയർ സ്റ്റാൻഡേർഡ് ഉള്ള, ക്വാളിറ്റി ഉള്ള, കഠിനമായിരിക്കുന്ന കൽപ്പനകളാണ് നമുക്ക് തരുന്നത്.
എന്നാൽ അത്ര സ്റ്റാൻഡേർഡുള്ള കൽപ്പനകൾ നമുക്ക് കൃപ തരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, സോ നമുക്ക് ശക്തിയും തരുന്നുണ്ട്. സോ അതിനെ ഫോളോ ചെയ്യാനും കീപ്പ് ചെയ്യാനുള്ള ശക്തിയും നമുക്ക് ഈ കൃപയിൽ കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിയാണ്. സോ ഫോർ എക്സാമ്പിൾ, the Lord told us to do so many things, but the Lord did not give power that we needed to do those things. സോ ന്യായപ്രമാണം അനേക കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ശക്തി ന്യായപ്രമാണം എനിക്ക് തരുന്നില്ല, ബലമില്ല, എബിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, the Lord told us to run, but the Lord did not give us feet to run. അപ്പൊ നമ്മളോട് ഓടാൻ പറയുന്നു, എന്നാൽ നമുക്ക് ഓടാൻ കാലുകളില്ല. എങ്ങനെയാണ് ഓടുന്നത്? എന്നാൽ but the grace commands us to fly. സി, ന്യായപ്രമാണം പറയുന്നത് നമ്മൾ ഓടാനാണ്. എന്നാൽ കൃപയുടെ നിയമം ന്യായപ്രമാണത്തിനെക്കാട്ടിലും ഉന്നതമായതാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ്. ന്യായപ്രമാണം നമ്മളോട് ഓടാൻ പറയുമ്പോൾ കൃപ നമ്മളോട് പറയുന്നത് പറക്കണം എന്നാണ്. എന്നാൽ ഇവിടെ ഓടാൻ കാലില്ല. എന്നാൽ കൃപയുടെ ഒരു അതിനിലേക്ക് വരുമ്പോൾ, സോ കൃപ നമ്മളോട് പറയുന്നു യു ഹാവ് ടു ഫ്ലൈ. അറ്റ് ദ സെയിം ടൈം എന്താണ്, അത് നമുക്ക് ആവശ്യമുള്ള ചിറക് തരുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് us wings to fly. അപ്പൊ അത് പറയുന്നുകൊണ്ട് അതിനാവശ്യമുള്ള എബിലിറ്റീസ് നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. സോ കാരണം നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ പഴയ നിയമം പുതിയ നിയമത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, സോ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് ഹൈ സ്റ്റാൻഡേർഡാണ്. ഫോർ എക്സാമ്പിൾ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-22 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ മർഡറിനെ കുറിച്ചാണ്. കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പഴയ നിയമമാണ്. സോ പഴയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? കൊല ചെയ്യരുത് എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നാണ് പറയുന്നത്. So you have heard that it was said to the men of Old Testament, you shall not murder. Okay, അത് വളരെ ഈസിയാണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. And whoever murders shall be guilty before the court. But I say to you that everyone who continues to be angry with his brother or harbors malice against him shall be guilty before the court. And whoever speaks in പറയുമ്പോൾ contemptuously or insultingly to his brother, or say Raka, you empty-headed idiot, shall be guilty before the Supreme Court എന്നാണ് പറയുന്നത്. And whoever says you fool shall be in the danger of the fiery hell എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മർഡർ ചെയ്യേണ്ട, വാക്കുകളിൽ കൂടി തന്നെ ഒരു വ്യക്തിയെ കൊന്നാൽ ആ വ്യക്തി നരകത്തിൽ പോയി വീഴും എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ്. സോ ഫോർ എക്സാമ്പിൾ, കമ്മിറ്റിംഗ് അഡൾട്ടറിയെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം
5-ാം അധ്യായം 27-28 വചനത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത്. സോ ദിസ് ഈസ് ദി ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. See the standard. So you have heard that it was said, you shall not commit adultery. But I say to you that everyone who looks at a woman with a lust for her has already committed adultery with her in his heart. എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതാണ് ഈസി? പഴയ നിയമമാണോ ഈസി, പുതിയ നിയമമാണോ ഈസി? പഴയ നിയമമാണ് ഈസി. എന്നാൽ ഈസി ആയിരിക്കുന്ന പഴയ നിയമത്തിന്റെ കൽപ്പനകളെ തന്നെ കീപ്പ് ചെയ്യാൻ, അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ പുതിയ നിയമത്തിൻ്റെത് എങ്ങനെയാണ് അനുസരിക്കുന്നത്? സോ അതാണ് ഇവിടെ പറയുന്നത്. The New Testament standard much higher than the Old Testament. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒരാള് ഈ ഉദാഹരണം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ് ഉദാഹരണം എന്ന് ചോദിച്ചാൽ, suppose you are working in a company, your company sends you to purchase for 1 lakh rupees items. സോ നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി നമ്മളോട് പറയും കമ്പനിക്ക് വേണ്ടി 1,00,000 രൂപയുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരണം എന്ന്. ബട്ട് ദ കമ്പനി ഡസന്റ് ഗീവ് യു എനി മണി. എന്നാൽ നമ്മളോട് 1,00,000 രൂപയുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരാൻ പറയും. എന്നാൽ ആ കമ്പനി നമുക്ക് വാങ്ങാനുള്ള പൈസ തരത്തില്ല. പിന്നെ എങ്ങനെയാ വാങ്ങുന്നത്? സോ ദെൻ വി കനോട്ട് പർച്ചേസ് എനിത്തിങ്. സോ അതുപോലെയാണ്. ദാറ്റ് ഈസ് ഹൗ ദ പീപ്പിൾ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ട്രൈ ടു കീപ് ദ ലോ or the commandments of the law. സോ പഴയ നിയമത്തിൽ ഉള്ളവരെല്ലാം അങ്ങനെയാണ്. കാരണം പർച്ചേസ് ചെയ്യാൻ പറയുന്നുണ്ട്, എന്നാൽ പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഇല്ല. കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, എന്നാൽ കീപ്പ് ചെയ്യാനുള്ള ശക്തിയില്ല. സോ അതുപോലെ തന്നെ സപ്പോസ് യുവർ കമ്പനി സെൻസ് യു ടു പർച്ചേസ് ദ ഐറ്റംസ് ഫോർ 1 lakh rupees and gives you 10 lakhs rupees in your hand. So which is easier? അപ്പൊ ആ കമ്പനി എന്നോട് 1,00,000 രൂപയുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറയുന്നു, എന്നാൽ എന്റെ കയ്യിൽ 10 lakh rupees ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? സോ വിച്ച് ഈസ് ഈസിയർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് ദ ഗ്രേസ് ഇതുപോലെ തന്നെയാണ്. ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ലോ ഈസ് ലോ കമ്പയർഡ് ടു ദി സ്റ്റാൻഡേർഡ് ഓഫ് ദ ഗ്രേസ്, ബട്ട് യു ആർ സ്ട്രഗ്ലിംഗ് ടു കീപ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ലോ. സോ കൃപയുടെ നിയമത്തെ കാട്ടിലും ന്യായപ്രമാണത്തിന്റെ നിയമത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് വളരെ ലോ ആണ്. എന്നാൽ അതുപോലും നമുക്ക് അനുസരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിലാണ് നമുക്ക് ഇതിനെക്കാട്ടിലും ഉന്നതമായിട്ടുള്ള, മെച്ചമായിട്ടുള്ള ഒരു പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് വരുന്നത്. എന്നാൽ ആ സ്റ്റാൻഡേർഡിനെ ഫോളോ ചെയ്യാൻ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് കൃപ കൂടെ ലഭിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സോ ആ പവറിൽ കൂടി, ആ കൃപയിൽ കൂടി നമുക്ക് ഈ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കും. Therefore the word of God says, sin will not rule over you because you are not under the law, but now you are under the grace. The power was given to you. The power of the Holy Spirit was given to you to obey and keep this higher standard എന്നാണ് വചനം പറയുന്നത്. സോ അതിൽ കൂടിയാണ് നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നത്. സോ ഇൻ അവർ എവറിഡേ ലൈഫ് നമ്മൾ ചിന്തിക്കണം, am I under the law or am I under the grace? നമ്മൾ പ്രാർത്ഥിക്കണം, എന്നെ വിളിച്ചത് not to be under the law but transfer to under the grace.
സോ നമ്മൾ ഗ്രേസിന്റെ അധീനതയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. സോ അത് സംഭവിച്ചില്ലെങ്കിൽ then how shall we overcome the power of sin? അപ്പൊ അത് സംഭവിച്ചില്ലെങ്കിൽ how can we experience the salvation from the power of sin? അപ്പൊ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോരാട്ടമായിരിക്കും. ഈ 6-ാം അധ്യായം മുതൽ അപ്പോസ്തലനായ പൗലോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സത്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എണ്ണണം. യു ഹാവ് ടു കൺസിഡർ യുവർ സെൽഫ്. എങ്ങനെയാണ് എണ്ണുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ ഇമാജിനേഷൻ ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അത് ട്രൂത്ത് ആണ്. സോ വിശ്വാസത്തിൽ കൂടി നമ്മൾ എണ്ണണം. എന്താണ് എണ്ണുന്നത്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവനോട് കൂടെ ഞാനും മരിച്ചു. യേശു ക്രിസ്തു അടക്കം ചെയ്തപ്പോൾ അവനോട് കൂടെ ഞാനും അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ പിതാവിന്റെ ശക്തിയാലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ആ ശക്തിയിൽ കൂടിയാണ് ഞാനും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായിട്ട് മാറി. പുതിയ സൃഷ്ടിയായിട്ട് മാറിയ ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കുന്നത്? സോ വെൻ ഹി ഡൈഡ് ടു സിൻ, ഹി ഓൾസോ ഡൈഡ് ടു ദി സിൻ. അപ്പൊ പാപം ഒരു യജമാനനാണ്. സോ വെൻ യു ഡൈഡ് ടു ദി സിൻ, ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു accept Lord Jesus Christ as your master. യേശു ക്രിസ്തുവിനെ പുതിയ യജമാനനായിട്ട് സ്വീകരിക്കണം. സോ നമ്മുടെ ശരീരത്തിന്റെ സകല അവയവങ്ങളെ ആ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കണം. സോ നീതിയുടെ ആയുധങ്ങളായിട്ട് അത് മാറണം. Then we should come under the grace, the law of grace. law of Mosesൽ നിന്ന് law of graceലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയി വരണം. പിന്നെ 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാടും ആറത് എന്നാണ് പറയുന്നത്. What then? Shall we sin because we are not under law, but under grace? Certainly not. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ ഇതേ എക്സ്പ്രഷൻ ഉള്ള ഒരു വചനം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അത് 6-ാം അധ്യായത്തിന്റെ 1-ാം വചനമാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിലും ഇതുപോലെയുള്ള ഒരു വചനമുണ്ട്. 6-ാം അധ്യായത്തിലും അധ്യായമല്ല വചനത്തിലും 6-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിലും 6-ാം അധ്യായത്തിന്റെ 15-ാം വചനത്തിലും സെയിം എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. അത് രണ്ടും ഒരുമിച്ച് പെതുക്കെ വായിക്കുമ്പോഴാണ് അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ 6-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും ആറത്. 15-ാം വചനത്തിൽ എന്താണ് പറയുന്നത്? എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും ആറത്. See, there are some similarities. എന്നാൽ വ്യത്യാസം എന്തോ അറിയാമോ? 1-ാം വചനത്തിലും 15-ാം അധ്യായത്തിലും 1-ാം വചനത്തിൽ പറയുന്ന കാര്യമല്ല 15-ാം വചനത്തിൽ പറയുന്നത്. സോ 1-ാം വചനത്തിൽ എന്താണ് പറയുന്നത്? What shall we say? Should we continue in sin? Should we continue in sin and practice sin as a habit so that grace may increase and overflow? എന്നാൽ 15-ാം വചനത്തിലേക്ക് വരുമ്പോൾ what then? Shall we sin because we are not under law?
but under grace, certainly not. ഇപ്പോൾ ഒന്നാം വചനത്തിലും 15-ാം വചനത്തിലും ഉള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാം വചനത്തിൽ ഈസ് ടോക്കിംഗ് അബൌട്ട് കണ്ടിന്യൂ ഇൻ സിന്നിങ്. So shall we continue in sinning so that grace might increase? എന്നാണ് അവിടെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? പാപത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? കൃപ വർദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ 15-ാം വചനത്തിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, so the question is phrased quite differently. എന്താണ് എന്ന് ചോദിച്ചാൽ, shall we sin even once എന്നാണ്. So shall we continue in sinning? ഒന്നാം വചനത്തിൽ. 15-ാം വചനത്തിൽ എന്താണ്? shall we sin even once? See, എന്തോ ഒരു വ്യത്യാസമുണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഡു യു നോ വാട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡ് ഈസ്? പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് അറിയാമോ? സോ അവർ എയിം ഷുഡ് ബി നോട്ട് ഈവൻ സിൻ വൺസ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു എയിം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെ ക്രിസ്തീയ ജീവിതം ജീവിക്കണം എന്ന് ചോദിച്ചാൽ, അറ്റ്ലീസ്റ്റ് ഒരു പാപവും ചെയ്യാതെ ഞാൻ ഇന്നത്തെ ദിവസം ജീവിക്കണം. സോ അതാണ് നമ്മുടെ എയിം, അതാണ് നമ്മുടെ ഗോൾ. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എയിം എന്താണ്? സോ ഈ ദിവസവും ഞാൻ ഒരു പാപവും ചെയ്യാതെ ജീവിക്കണം. സോ ചിലരൊക്കെ പറയുന്നുണ്ട്, ചില ഓട്ടോമൊബൈൽ കമ്പനീസ് ഉണ്ടല്ലോ, അവർക്കൊരു സ്ലോഗൻ ഉണ്ട്, ചില വേർഡ്സ് ഉണ്ട്. എന്താണ് വേർഡ്സ് എന്ന് ചോദിച്ചാൽ, അവർ എയിം ഈസ് സീറോ ഡിഫക്റ്റ് എന്ന് അവർ എപ്പോഴും പറയാറുണ്ട്. അവർ മാനുഫാക്ചർ ചെയ്യുന്ന ബൈക്ക് ആകട്ടെ, കാർ ആകട്ടെ, ഏതെങ്കിലും മറ്റേ വെഹിക്കിൾസ് ആകട്ടെ. സോ അതിനെക്കുറിച്ച് അവർ അഡ്വർടൈസ്മെന്റ് പറയുമ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്, അവർ എയിം ഈസ് സീറോ ഡിഫക്റ്റ് എന്ന്. എന്നാൽ അങ്ങനെ അവർ പറയുന്നത് കൊണ്ട് അവരുടെ വണ്ടികളെല്ലാം 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുമോ? സോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം അതിലെല്ലാം ഡിഫക്ട്സ് കാണുമായിരിക്കും. സോ നത്തിങ് ഓൺ എർത്ത് ഈസ് പെർഫെക്റ്റ്. ഈ ലോകത്തിൽ നമുക്ക് ഒരു കാര്യവും പരിപൂർണമായിട്ട് കാണാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഡിഫക്ട്സ് കാണും. എന്നാൽ ബട്ട് ദ ഡിസയർ ടു കം പ്രെറ്റി ക്ലോസ് ടു ദി പെർഫെക്ഷൻ മേക്സ് ഡിഫറൻസ്. അപ്പൊ ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, ഒരു ഡിഫക്റ്റ് ഇല്ലാതെ ഒരു വാഹനത്തെ ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ള ആ ഒരു ഡിസയർ ഉണ്ടല്ലോ, ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. അതുപോലെ തന്നെ സോ ഇന്നത്തെ ദിവസവും ഒരു ഭാവവും ഇല്ലാതെ വളരെ കെയർഫുൾ ആയിട്ട് എൻ്റെ ശരീരത്തിന്റെ സകല അവയവങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവനെ എൻ്റെ യജമാനനായിട്ട് സ്വീകരിച്ച് കൃപയുടെ അടിയിൽ, ആ കൃപയുടെ ഫലം കൊണ്ട്, കൃപയുടെ ശക്തി കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ജീവിക്കും എന്ന് പറയുമ്പോൾ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. So our aim in life is that we don't want to commit even single sin. So അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിന്റെ ആഗ്രഹം. So we may not live such a life, but we come very close to such a life, close to the perfection. ഇപ്പൊ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് 100% പരിപൂർണമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ബട്ട് വി കം ക്ലോസർ ടു ദി 100%, മേബി 95%, 96%, 99%. യേശുക്രിസ്തു വരുമ്പോൾ 100% വി വിൽ തീർച്ചയായിട്ടും റീച്ച് ആവും. എന്നാൽ വേറെ ചിലരൊക്കെ ഉണ്ട്, അവർ എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ പാപിയാണ്, എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നത് തന്നെ ഭയങ്കര ഇമ്പോസിബിൾ ആണ് എന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസ്ഡ് ലൈഫ് ആ പുള്ളി കണ്ടിന്യൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്ത്യൻ ലൈഫ് വെരി ഷാലോ ലൈഫ് ആയിരിക്കും, വെരി ഷാലോ, വെരി ലോ സ്റ്റാൻഡേർഡ് ലൈഫ് ആയിരിക്കും. അദ്ദേഹം ഒരിക്കലും ഈവൻ ഈ കാൺ റീച്ച് ടു 10% ഓൾസോ.
സോ അത് വളരെ പാത്തറ്റിക് കണ്ടീഷനാണ്. So here, ഈ വചനത്തിൽ കൂടി, in this verse, the question is, shall we sin even once because we are not under the law, but we are under grace? And Paul says, ഒരു നാളും അരുത്, certainly not എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So lastly, 16 വചനത്തിലേക്ക് വരുമ്പോൾ, സോ നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ എന്നാണ് പറയുന്നത്. So do you not know that when you continually offer yourselves to someone to do his will, you are the slaves of the one whom you obey, either of sin, which leads to death, or of obedience, which leads to righteousness എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Do you not know that when you continually offer yourselves to someone to do his will, you are the slaves of that one whom you obey എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇവിടെ പറയുന്നത്? Don't you know that you are a slave to the one you obey? നിങ്ങൾ ഓരോ ദിവസവും ആരെയാണ് അനുസരിക്കുന്നത്, അവന് നിങ്ങൾ ദാസന്മാരാണ്. If you obey sin, then you are a slave to sin. If you obey God, then you are a slave to God. ഓരോ ദിവസവും ആരെയാണ് നമ്മൾ അനുസരിക്കുന്നത്? വളരെ ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ 2 യജമാനന്മാരുണ്ട്. നിങ്ങൾ ഓരോ ദിവസം ആരെയാണ് അനുസരിക്കുന്നത്? If you obey sin, so sin becomes your master and you are a slave of sin. So നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വിധേയത കാണിക്കുന്നുണ്ടെങ്കിൽ, then we are a servants of God. Then we are a slave to God. ഇപ്പൊ ആരെയാണ് നമ്മൾ ഓരോ ദിവസവും അനുസരിക്കുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ സ്കെയിലിൽ കൂടി നമ്മുടെ ലൈഫ് ചെക്ക് ചെയ്താൽ മതി. സോ എപ്പോഴെല്ലാം നമ്മൾ ആരെ അനുസരിക്കുന്നുണ്ട്? രാവിലെ മുതൽ ഉച്ച വരെ ഒരു യജമാനൻ, ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ വേറെ യജമാനൻ. സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് പാപം നല്ലതായിരിക്കും, ചില സമയത്ത് ദൈവം നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ 2 യജമാനന്മാരെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മിടുക്കന്മാരായിട്ട് വളരെ കൂളായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. സോ അത് ദൈവം അംഗീകരിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ്. സോ അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ, ബി ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരായി ജീവിക്കണം, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ എന്നാണ് പറയുന്നത്. അപ്പൊ ഒബീഡിയൻസ് ടു സിൻ ലീഡ്സ് ടു ഡെത്ത്. ഒബീഡിയൻസ് ടു ഗോഡ് ലീഡ്സ് ടു റൈച്ചസ്നെസ്. നമ്മൾ പാപത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും. ദൈവത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് നീതിയിലേക്ക് നയിക്കും. സോ വിച്ച് വൺ ഡു യു വാണ്ട്? യു ക്യാൻ ചൂസ്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. എന്താണ് വേണ്ടിയത്? നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്, അതിന് തക്കതായ ഫലം ദൈവം നമുക്ക് തരും. സോ വൺസ് വി വെർ ഒബീഡിയന്റ് ടു സിൻ, നമ്മൾ ഒരു കാലത്ത് പാപത്തിന് അടിമകളായി ജീവിച്ചുകൊണ്ടിരുന്ന
പാപത്തെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നിങ്ങള് പാപം എന്നുള്ള യജമാനനെ അനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളെയും ഉയർപ്പിച്ചത് കൊണ്ട് now you have to be obedient to God. So that will results in righteousness എന്നാണ് പറയുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിന്റെ ദാസന്മാരായി, അടിമകളായി ജീവിക്കുമ്പോൾ അത് നീതിയിലേക്ക് നമ്മെ നയിക്കും എന്നാണ് പറയുന്നത്. So, Nyayapramanam, the law asks us external obedience, but the grace demands obedience from the heart. അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനുസരണത്തിന്റെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ന്യായപ്രമാണത്തിന്റെ അടിയിൽ ജീവിക്കുമ്പോൾ എക്സ്റ്റേണൽ ഒബീഡിയൻസ് മതി, പുറമേയുള്ള അനുസരണം മതി. എന്നാൽ നമ്മൾ കൃപയുടെ അധീനതയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു നമ്മളോട് അപേക്ഷിക്കുന്നത് ഇന്റേണൽ ഒബീഡിയൻസ് ആണ്, ഒബീഡിയൻസ് ഇൻ ദി ഹാർട്ട് ആണ്. സോ എക്സ്റ്റേണൽ ഒബീഡിയൻസ് വളരെ ഈസിയാണ്. അതാണ് മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻസ് ഔട്ട്വേർഡ്ലി ദേ ആർ വെരി ഗുഡ് ക്രിസ്ത്യൻസ്. മെജോറിറ്റി അങ്ങനെയാണ് ജീവിക്കുന്നത്. ബട്ട് യേശു ക്രിസ്തു എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കൃപ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അകമയുള്ള അനുസരണത്തെയാണ്. സോ മനുഷ്യർ നമ്മെ പുറമെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഹൃദയത്തെ കാണുന്ന ദൈവം മനസ്സിലാക്കുന്നു. ഇൻസൈഡ്, ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ദൈവത്തെ യജമാനനായിട്ട് സ്വീകരിച്ചു, ആ യജമാനനെ അനുസരിക്കുവാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവം അറിയുന്നുണ്ട്. So if you obey God internally from your heart, then that will set you free from the bondage of sin, from the power of sin. അപ്പൊ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തുവിനെ കൃപയുടെ അടിയിൽ അനുസരിച്ചാൽ തീർച്ചയായിട്ടും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അത് നമ്മെ വിടുവിക്കും. That will set us free from the bondage of sin or the power of sin. So Jesus said, you shall know the truth and the truth shall set you free എന്നാണ്. So if you receive any doctrine or any message that will not set you free from the power of sin, then that is obviously not the truth. യേശു ക്രിസ്തു എന്താണ് പറയുന്നത്? സത്യം അറിയുവിൻ, സത്യം നിങ്ങളെ വിടുവിക്കും എന്നാണ് പറയുന്നത്. That will set you free. അപ്പൊ നമ്മൾ ഏതെങ്കിലും മെസ്സേജ്, ഏതെങ്കിലും ഡോക്ട്രിൻ, ഏതെങ്കിലും വിശ്വാസം നമ്മൾ അംഗീകരിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ കൂടി, ആ ഡോക്ട്രിനിൽ കൂടി, ആ മെസ്സേജിൽ കൂടി പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, രക്ഷ, ഡെലിവറൻസ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഡോക്ട്രിൻ, ആ മെസ്സേജ് അത് സത്യം അല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ അതുകൊണ്ടാണ് ഇന്ന് അനേകർ ചുമ്മാ ഏതൊക്കെയോ മെസ്സേജസ്, ക്ലെവർ മെസ്സേജസ്, അവരുടെ കാതുകൾക്ക് ഇൻപമായിട്ടുള്ള മെസ്സേജസ്, അവരെ സന്തോഷിപ്പിക്കുന്ന മെസ്സേജസ് കേട്ടോണ്ടിരിക്കുന്നു. ബട്ട് ദോസ് മെസ്സേജസ് ആർ നോട്ട് സെറ്റിംഗ് ദം ഫ്രീ. അത് സത്യമല്ല, അത് അഡൾട്ടേർഡ് ട്രൂത്ത് ആണ്. So that's why those doctrines and messages are keeping them in bondage more and more every day. So അതുകൊണ്ട് നമ്മൾ ശരിക്കുമുള്ള ആ ഒരു മോചനം, വിടുതല, രക്ഷ നമ്മൾ അറിയണമെങ്കിൽ we should know the exact truth, unadulterated truth. മായം ചേർക്കാത്ത, മായമില്ലാത്ത സത്യത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോഴാണ് സത്യം നമ്മളെ വിടുവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു രക്ഷ ഈ രീതിയിൽ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.